നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആനക്കര കാലടി റോഡിന്റെ നവീകരണോദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. സംസ്ഥാന സർക്കാർ 2 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം നടത്തുന്നത്. ആനക്കര സെന്ററിൽ നടന്ന പരിപാടിയിൽ ആനക്കര പ്രസിഡന്റ് K മുഹമ്മദ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുതും വലുതുമായ 132 റോഡുകൾ, അതിൽ PWD ഉണ്ട്, PMGSY ഉണ്ട്, LSTD റോഡുകളുണ്ട്, MLA ഫണ്ട് റോഡുകളുണ്ട്, ഫ്ലഡ് റോഡുകളുണ്ട്, തീരദേശ റോഡുകൾ, ഇങ്ങനെ 6 സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതെല്ലാം വരണ്ടി കൂട്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നത്. ഏതെങ്കിലും ഒരു സ്രോതസ് മാത്രമല്ല, 6 സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 132 റോഡുകൾക്ക് ഫണ്ട് ലഭ്യമായത്. ചങ്ങരംകുളത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ചങ്ങരംകുളം ആലങ്കോട് ഒസാര് വളപ്പിൽ അൻസാറാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെ ചങ്ങരംകുളം സബീന റോഡിലായിരുന്നു അപകടം. അൻസാർ സഞ്ചരിച്ച ബൈക്ക് എതിരെ വന്ന പിക്കപ്പ് വാനിൽ തട്ടി മറിയുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അൻസാറിനെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃത്താല നിയോജക മണ്ഡലം ജല ബജറ്റ് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. മിഷൻ ഡയറക്ടർ A നിസാമുദ്ദീൻ ജല ബജറ്റ് ഏറ്റുവാങ്ങി. മണ്ഡലാടിസ്ഥാനത്തിൽ രാജ്യത്തെ ആദ്യത്തെ ജല ബജറ്റാണിത്. ഭൂഗർഭ ജലവിധാനം സെമി ക്രിട്ടിക്കൽ അവസ്ഥയിലുള്ള മണ്ഡലത്തെ ജലസുരക്ഷാ മണ്ഡലമാക്കാൻ മണ്ഡലത്തിന്റെ ആകെ ജലത്തിന്റെ വിനിയോഗവും ആവശ്യവും കണക്കാക്കുന്ന ആദ്യ പ്രവർത്തനമാണ് ഇത്. ജല ബജറ്റിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തൃത്താലയെ ജലസുരക്ഷാ മണ്ഡലം ആക്കാനുള്ള തുടർ പ്രവർത്തനങ്ങൾ വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഏകോപനത്തോടെ സാധ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിന്റെ എല്ലാ തലത്തിലുമുള്ള സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുവാൻ ജല ബജറ്റ് പ്രയോജനപ്പെടും. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ P സൈദലവി, കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാതല ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ നിജസ്ഥിതി അവലോകനവും യോഗത്തിന്റെ ഭാഗമായി നടന്നു. ഉദ്യോഗസ്ഥരുടെ എല്ലാം ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചു. ഈ വീഴ്ച വരുത്തിയാൽ വ്യക്തിക്കെതിരെ മാത്രമല്ല നടപടി, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നടപടിയുണ്ട്, തദ്ദേശ സ്ഥാപനത്തിനെതിരെ ഫൈൻ ചുമത്താം. അപ്പൊ നിയമം മാറിയിട്ടുണ്ട് എന്ന ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആ നിയമമാണ് ഇനി നടപ്പാക്കുക. വിശദമായിട്ടുള്ള ചർച്ച അസംബ്ലിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഫൈൻ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ വിഷു വരാൻ പോവാൻ കുടുംബശ്രീ സംസ്ഥാന തലത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ വെജിറ്റബിൾ കിയോസ്കുകൾ ആരംഭിച്ചു തുടങ്ങി. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ നിശ്ചയിച്ചതാണ് അടുത്ത വിഷുവിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറി, പ്രത്യേകിച്ച് കണിവെള്ളരി ഉൾപ്പെടെ ലഭ്യമാക്കാൻ കുടുംബശ്രീയുടെ ഇടപെടൽ ഉണ്ടാവണം. നമുക്ക് അതുകൂടി ഉപയോഗിച്ചുകൊണ്ട് വിഷു മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടി സുസ്ഥിര തൃത്താലയുടെ ഭാഗമായിട്ട് ആവശ്യം. കുട്ടികൾ സ്വന്തമായി ചിന്തിക്കുന്നവരും അഭിപ്രായവും വീക്ഷണവും ഉള്ളവരാണെന്ന വ്യക്തികളാണെന്ന് നമ്മൾ അംഗീകരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് തൃത്താല BRCയിൽ നടന്ന എൻലൈറ്റ് തൃത്താല സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ രക്ഷാകർത്തൃ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളുടെ ചിന്തകൾക്കും വീക്ഷണങ്ങൾക്കും അനുസൃതമായി രക്ഷിതാക്കളെ സജ്ജമാക്കുകയാണ് ഓറിയന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കളുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടവരല്ല കുട്ടികൾ. വീട്ടിലെ അന്തരീക്ഷം ജനാധിപത്യപരമാകണമെന്നും മന്ത്രി പറഞ്ഞു. എന്നുള്ളതിനേക്കാൾ ഒരു ഓറിയന്റേഷൻ ഉണ്ടാക്കുക എന്നതാണ് ഇവിടെ ഈ വിഷയം തന്നെ വളരെ സ്വയം വിശദീകരിക്കുന്നതാണ്. കുട്ടിയുടെ മാറുന്ന ലോകവും രക്ഷിതാവിൻ്റെ മാറേണ്ട പ്രകൃതങ്ങളും എന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് ഇപ്പോൾ കുറച്ചുകൂടി കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. മന്ത്രി എന്ന നിലയിലല്ല, 2 കുട്ടികളുടെ രക്ഷിതാവായിട്ടുള്ള ഒരാൾ എന്ന നിലയിലാണ്. അതുകൊണ്ട് ഇത് എൻ്റെ അനുഭവം കൂടിയാണ്. എങ്ങനെയാണ് കുട്ടികളുടെ ലോകം നമ്മളെല്ലാം കുട്ടികളായിരുന്ന കാലത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ മാറണമെന്നും എൻ്റെ ഭാര്യ കൂടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂത്ത മോളോട് പറയുന്നത്, രണ്ടാമത്തെ മോൾ ഉണ്ടായതിന് ശേഷമേ അച്ഛനാവാനുള്ള യോഗ്യത ക്വാളിഫിക്കേഷൻ കൈവരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. എങ്ങനെയാണ് കുട്ടിയോട് ഇടപെടേണ്ടത് എന്ന് പഠിക്കാൻ
അതിനർത്ഥം ഒരു നീണ്ട 8-9 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. അതുവരെ ഒരു പ്രാകൃതനായിട്ടുള്ള അച്ഛനായിട്ടാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത് എന്നാണ്. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴാണ് അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പ്രാകൃതനും ജനാധിപത്യ വിരുദ്ധനുമായിട്ടുള്ള ഒരച്ഛനായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് എന്നാണ്. തൃത്താലയിലെ 38 സ്കൂളുകൾക്ക് 2.5 വർഷം കൊണ്ട് 49.67 കോടി രൂപ ഫണ്ട് നൽകിയതായി മന്ത്രി പറഞ്ഞു. ജനകീയ സ്കോളർഷിപ്പ് മുതൽ നീന്തൽ പരിശീലനം വരെ എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ട്. അക്കാദമികേതര പ്രവർത്തികൾ എൻലൈറ്റ് പദ്ധതിയുടെ ഭാഗമാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ 2 വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപ നിരക്കിൽ 100 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസ പദ്ധതിയിൽ രക്ഷിതാക്കൾ അവരുടെ പങ്ക് തിരിച്ചറിയുകയും അവരെ അതിനായി പരിശീലിപ്പിക്കുകയും പ്രധാനമാണ്. കുട്ടിയുടെ മാറുന്ന ലോകവും രക്ഷിതാവിന്റെ മാറേണ്ട പ്രകൃതങ്ങളും എന്ന വിഷയത്തിലാണ് ശില്പശാല നടന്നത്. ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഇന്നത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. വിവരങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ കുട്ടികൾക്ക് അധ്യാപകരെയോ രക്ഷിതാക്കളെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല. കുട്ടികളുടെ ലോകം വിശാലമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി. DDE PV മനോജ് കുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. പൈങ്കുളം വായനശാല 29 നമ്പർ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് എന്നിവർ മുഖ്യാതിഥികളായി. PI മുഹമ്മദ് റാഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു. 20 വർഷം പഴക്കമുള്ള അംഗൻവാടി കെട്ടിടം കളക്ടറുടെ ഉത്തരവ് പ്രകാരം പൊളിച്ചു മാറ്റിയിരുന്നു. ഈ സമയം വേറെ സ്ഥലങ്ങളിലാണ് അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് AC അടക്കമുള്ള അംഗൻവാടി കെട്ടിടം പുതുക്കി പണിതത്. 1100 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി 5 മാസത്തിന് ശേഷമാണ് അംഗൻവാടിയുടെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ AK ഉണ്ണികൃഷ്ണൻ, നിർമ്മല രവികുമാർ, രമണി തലച്ചിറ, വാർഡ് മെമ്പർമാരായ സന്ദീപ് കോന്നാനത്ത്, ശ്രീജ രാമചന്ദ്രൻ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുമേഷ്, ICDS സൂപ്പർവൈസർ ദിവ്യ ഉണ്ണി, സംഘാടക സമിതി ചെയർമാൻ A ഹരികുമാർ, അംഗൻവാടി അധ്യാപിക പ്രേമ, CK കോമളവല്ലി, ഉഷ MK എന്നിവർ സംബന്ധിച്ചു. ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ സന്തോഷകരമായ വേളയിൽ ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാം തന്നെ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് 23 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ അംഗൻവാടി കെട്ടിടം പണി പൂർത്തീകരിച്ചത്. ആര്യമാഷയുടെ സഹായത്തോടുകൂടിയാണ്, പോളിൻ്റെയും കൂടി കുടുംബത്തിൻ്റെ സഹായത്തോടുകൂടിയാണ് ബോർഡിൻ്റെയും പണി പൂർത്തീകരിച്ചത്. പൈങ്കുളം വായനശാല അംഗൻവാടി കെട്ടിടം എല്ലാ അർത്ഥത്തിലും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. അങ്ങനെ നമ്മുടെ ഈ 29 നമ്പർ അംഗൻവാടിക്ക് വേണ്ടി ഇങ്ങനൊരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും നമ്മുടെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിനെയും എല്ലാ നമ്പർ അംഗൻവാടി പണി പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ ഓരോ സമയങ്ങളിലും അത് എത്രയും വേഗം കഴിയണം എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ഒരു ഇലക്ഷൻ ബൂത്തായിരുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ടാണ് ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്ന് സന്ദീപ് ഏത് സമയത്തും പറയുമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും സഹകരണത്തോടെ ബ്ലോക്ക് പഞ്ചായത്തും എല്ലാവരും സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും വേഗം അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്ഷെയർ എടുത്തതും നമ്മളതിനെ സഹായിച്ചിരിക്കുന്നതും നമ്മളുടെ അടുത്ത NGNREGSും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സുമനസ്സുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ 23 ലക്ഷം രൂപയോളം ചെലവിട്ടുകൊണ്ടാണ് ഇന്ന് ഈ അംഗൻവാടിയുടെ നവീകരണം ഇവിടെ പൂർത്തീകരിക്കുന്നത്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം കടന്നുപോയത്. ഏതാണ്ട് 90 ദിവസം കൊണ്ടാണ് നാം ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബൂത്ത് കൂടിയായതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേയുള്ള സ്തുത്യർഹ സേവനത്തിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി പട്ടാമ്പി ലയൺസ് ക്ലബ്ബ്. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സ്തുത്യർഹ സേവനത്തിന് സർക്കിൾ ഇൻസ്പെക്ടർ A പ്രതാപ്, സബ് ഇൻസ്പെക്ടർ സുഭാഷ് മോഹൻ എന്നിവരെയാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. പട്ടാമ്പിയിലെ സേവന കാലാവധി കഴിഞ്ഞ് ട്രാൻസ്ഫർ ആവുകയാണ് ഇരുവരും. പട്ടാമ്പി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് K മനോജ് ഇരുവർക്ക് മൊമന്റോ സമ്മാനിച്ചു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ സദാശിവൻ വച്ചിങ്ങൽ, ചന്ദ്രമോഹൻ, V വിജയൻ, MG മുഹമ്മദ് ബഷീർ, KP ജയകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി അൽ ഷഹമ കണ്ണാശുപത്രി, സുധർമ്മ സ്പെഷ്യാലിറ്റി ലബോറട്ടറി എന്നിവയുമായി സഹകരിച്ച് സൗജന്യ നേത്ര തിമിര പരിശോധനയും ജീവിതശൈലി രോഗനിർണയവും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം സുഖം വെൽനസ് സെന്ററിൽ നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം
പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ വാർഡ് കൗൺസിലർ KR നാരായണസ്വാമി നിർവഹിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് മനോജ് അധ്യക്ഷത വഹിച്ചു. അൽഷമ കണ്ണാശുപത്രി ഡയറക്ടർ അബ്ദുൾ അസീസ് കോടിയിൽ, മോഹനകൃഷ്ണനും പട്ടാമ്പി ലയൺസ് ക്ലബ് ഭാരവാഹികളായ മുഹമ്മദ് ബഷീർ, KP സദാശിവൻ, രഞ്ജീവ്, ചന്ദ്രമോഹൻ, വിവേക് എന്നിവർ പങ്കെടുത്തു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബിന്റെ പട്ടാമ്പി യൂണിറ്റിന്റെ പ്രതിനിധികൾ എല്ലാ ആഴ്ചകളിലും അവരുടെ സമയം മാറ്റിവെച്ചുകൊണ്ട് വിലപ്പെട്ട സമയം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് നന്മയുടെ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് അവരെന്നെ സമീപിച്ചു. ഇവിടെ നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനത് ഏറ്റെടുത്തു. നമ്മുടെ ആളുകൾക്ക് ചെറുതെങ്കിലും അതൊരു വലിയ ഉപകാരമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ എവിടെയും പൈസ കൊടുത്ത് മാത്രം സേവനം ലഭിക്കുമ്പോൾ തീർത്തും സൗജന്യമായി ഈ 2 സ്ഥാപനങ്ങളുടെ സഹകരണത്തോടു കൂടി അതിൽ നല്ലൊരു സ്ഥലവും നമുക്ക് അനുവദിച്ച് കിട്ടി എന്നുള്ളത് എവിടെയും തടസ്സമില്ലാതെ നമ്മൾ ഇതുവരെ എത്തും. പിന്നെ ഇവരുടെ സ്റ്റാഫുകൾ, സുധർമ്മയും രക്ഷാമയുടെയും സ്റ്റാഫുകൾ വളരെ വിദഗ്ധരായിട്ടുള്ള സ്റ്റാഫുകളാണ്. അവർ വളരെ സ്നേഹത്തോടു കൂടി ആളുകളുടെ പരിശോധന നടത്തി മുഴുവൻ ആളുകളും കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് ആ സ്ഥാപനത്തിന്റെ അറിയപ്പെട്ടവർക്ക് നമുക്ക് ഉറപ്പുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വീടുവാർത്തയിലേക്ക്. എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ബെവ്കോ പുതുനന്മ ഫണ്ടിൽ നിന്ന് 2022-2023 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനക്കര കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മിച്ച സയൻസ് ലാബുകളുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. 20,33,277 രൂപ വിനിയോഗിച്ചാണ് സയൻസ് ലാബുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സംസ്ഥാന മികവ് പുരസ്കാര സമർപ്പണവും സംസ്ഥാന ശാസ്ത്രമേളയിലെ വിജയികളെ ആദരിക്കലുമുണ്ടായി. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ശകുന്തള, സ്റ്റാഫ് സെക്രട്ടറി PM ദീപ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, AEO PV സിദ്ദിഖ്, ത്രിതല BPC K പ്രസാദ്, PTA ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ക്യാൻസർ ദിനത്തിൽ ദേശമംഗലം പഞ്ചായത്ത് 13-ാം വാർഡ് തല ആരോഗ്യ സമിതിയും തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ക്യാൻസർ പരിശോധനയും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. IMA തലപ്പള്ളി പ്രസിഡന്റ് ഡോക്ടർ സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ, വാസൻ ഐക്യർ തൃശൂർ കണ്ണ് പരിശോധനയും ജീവോദയ മിഷൻ ഹോസ്പിറ്റൽ ചേലക്കര ജനറൽ പരിശോധനയ്ക്കും നേതൃത്വം നൽകി. തലശ്ശേരി സ്കൂളിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP അബ്ദുൾ വഹാബിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്ന് തലശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് ലഭിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും വായനശാല നടത്തിയ വിവിധ കലാപരിപാടികൾ വിജയികളായവർക്ക് സമ്മാനദാനവും നടത്തി. മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സീനിയർ ഡോക്ടർ സലീമിനെ വായനശാല ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. IDS സെക്രട്ടറി R രാജീവ്, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, ഡോക്ടർ ഗോകുൽ CDH, ഡോക്ടർ സുമേഷ് ജിവോദയ, ഡോക്ടർ സതീഷ് പൂഴിക്കുന്നത്, ഡോക്ടർ മനോജ് ഭാസ്കർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് സമിതിക്കും തലശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്കും നന്ദി. ഇതാദ്യം ഞങ്ങൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വെറുതെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു വിടുകയല്ല, നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് അടുത്ത സ്റ്റേജ് എത്താതെ പ്രിവെന്റ് ചെയ്യും. അതിന് ഫർദർ ട്രീറ്റ്മെന്റിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പലരും പല പ്രശ്നങ്ങളും പറയാൻ പഠിക്കും. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നു ഡോക്ടർമാരുടെ അടുത്ത് പല നോണ പറയരുത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ IMA തലപ്പള്ളി ഞങ്ങൾ ആദ്യം ചെറിയൊരു ക്യാമ്പ് എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നെ IMA, വാസൻ, പിന്നെ ചേലക്കരത്തെ ജയോദയ മിഷൻ, അങ്ങനെ കുറേ വലിയൊരു ക്യാമ്പായി. ഞാൻ തന്നെ വന്നപ്പോൾ ഇത്രയധികം പേഷ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ള അത്ഭുതമായി. അപ്പോൾ നമുക്കത് നന്നായി കൊണ്ടുപോവുക, എല്ലാവരും സഹകരിക്കുക. നമുക്ക് നടത്തുകയാണ്. അപ്പോൾ വായന ക്യാൻസർ കൂടുതൽ
ഉള്ള സംശയിക്കപ്പെടുന്ന കേസുകൾ കൂടുതൽ ഇവിടെ കണ്ടതുകൊണ്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വം പ്രത്യേക താല്പര്യമെടുത്ത് ദേശാഭിമാനത്തിന് വേണ്ടി ഒരു ക്യാമ്പ് നടത്താമെന്നുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയാണ് ഉണ്ടായത്. അതിന് മെമ്പർ ഇബ്രാഹിം ഹൃദയപൂർവ്വം ഏറ്റെടുത്തു. നമുക്ക് ഈ മെഗാ ക്യാമ്പ് എന്നെല്ലാം പേരിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലത് മൈക്രോ ആണ്. ഇവിടെ ഒരു 500 പേര് വന്നിട്ടുണ്ടെങ്കിൽ ആ നോട്ടത്തിന്റെ ക്വാളിറ്റി നമുക്ക് പുലർത്താൻ പറ്റില്ല. മഹാത്മാഗാന്ധി പറഞ്ഞ സ്മോൾ യൂണിറ്റ് മൈക്രോ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പൊ ഇവിടെ എത്ര പേര് പങ്കെടുത്തു ആ ഒരു വഴിയായിട്ട് പങ്കെടുത്തവർക്ക് ഇത്രയും ന്യൂറോളജിസ്റ്റ്, ജെറിയാട്രിഷ്യൻ, അതേപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ സുമേഷ്, ഡെന്റൽ അസോസിയേഷൻ, ഇത്രയും ഡോക്ടർമാരുടെ സേവനം. ഇവരിൽ ക്യാൻസർ സംശയിക്കാവുന്ന കേസുകൾ വായുവിന് സ്വാബ് എടുക്കാനുള്ള സംവിധാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. വരവൂർ മുഹമ്മദ് കുട്ടി മസ്താൻ ഉപ്പാപ്പ മഖാം ഷെരീഫിലെ 4 ദിവസമായി നടന്നു വന്നിരുന്ന ആണ്ട് നേർച്ച സമാപിച്ചു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് വിശ്വാസികൾ ആണ്ട് നേർച്ചയിൽ പങ്കാളികളായി. വരവൂർ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മുഹമ്മദ് കുട്ടി മസ്താൻ എന്നിവരുടെ പേരിൽ വർഷം തോറും ആണ്ട് നേർച്ച നടത്തുന്നുണ്ട്. കേരളത്തിലെ അജ്മീർ എന്നാണ് വിശ്വാസികൾ വരവൂർ ദർഗയെ വിശേഷിപ്പിക്കുന്നത്. അജ്മീർ ദർഗ ഷെരീഫിൽ 10 വർഷത്തോളം താമസിച്ച് അവിടെ നിന്നും തന്റെ ഗുരുവായ അമ്പംകുന്ന് ബീരാനൌലിയയുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായ ആത്മീയ പദവികൾ നേടിയെടുത്താണ് ഉപ്പാപ്പ എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന മുഹമ്മദ് കുട്ടി മസ്താൻ വരവൂരിലെത്തിയതെന്ന് പറയപ്പെടുന്നു. പിന്നീട് ജാതിമതഭേദമന്യേ നാട്ടുകാർ തങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ മസ്താൻ ഉപ്പൂപ്പയെ സമീപിച്ചിരുന്നു. വിശക്കുന്നവന് അന്നം നൽകുകയെന്ന മഹത്തായ കർമ്മം നിറവേറ്റുന്ന മഖാമിൽ നേർച്ച ദിവസങ്ങളിൽ നടത്തിയ അന്നദാനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നേർച്ച ദിനങ്ങൾ മതസാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒത്തുചേരലുകളായി മാറി. ഒരുപാട് മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ അവരുടെ മാസമാണിത്, രജമാസം. അവരന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശം, അവരല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യയുടെ അധികാരം ഏൽപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അങ്ങനെ ഓരോ പ്രദേശത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും തിരഞ്ഞെടുക്കും. ഈ പ്രദേശത്തിന് വരവൂരും ചുറ്റുഭാഗത്തുള്ള പ്രദേശത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മഹാനായ വരവൂർ മഹാനവർ നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ തന്നെ നമ്മുടെ ആശയവുമായിക്കൊണ്ട് നമ്മുടെ ആവശ്യവുമായിക്കൊണ്ട് മഹാനവരെ സമീപിക്കുന്നത്. നമുക്ക് മഹാന്മാരോടുള്ള ബന്ധമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത മനസ്സിലാക്കേണ്ടത്. ഈമാനിന്റെ ഉറപ്പിന് തഖ്വയുടെ ജീവിതത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മഹാത്മാക്കളുടെ ബന്ധത്തെ നാം അടിയുറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസവും ഒക്കെ നിലനിർത്താൻ ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശ്വാസികൾ സെമിത്തേരിയിൽ അടക്കം ചെയ്ത പൂർവ്വപിതാക്കന്മാരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി. യാക്കോബായ സുറിയാനി സഭ വിശ്വാസികൾ ആനീതിയെ ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രാർത്ഥന. രാവിലെ സുറിയാനി ചാപ്പൽ പ്രത്യേകം തയ്യാറാക്കിയ താൽക്കാലിക കബറിൽ വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി. വിശ്വാസികൾക്ക് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പോയി പ്രത്യേക പ്രാർത്ഥന നടത്തുവാനായി ജില്ലാ ഭരണാധികാരികൾക്കും പോലീസിനും രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. വിശ്വാസികൾ വിട പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തിയാണ് മടങ്ങിയത്. നാഗലശ്ശേരി ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ജയശ്രീ ടീച്ചർക്കുള്ള യാത്രയപ്പും നടന്നു. ശതാബ്ദി ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് വാവനൂർ ഗ്രാമത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിളംബര ജാഥകൾ നടത്തി. പ്രസ്തുത ചടങ്ങ് പ്രശസ്ത ഇടക്കവാദകൻ മണികണ്ഠൻ പെരിങ്ങോട് അരങ്ങുണർത്തിയാണ് ആരംഭിച്ചത്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ജയശ്രീ ടീച്ചർക്കുള്ള യാത്രയപ്പും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. അവർ വന്നപ്പോൾ ടീച്ചറെ ഓർമ്മയുണ്ടോ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറയും. അത്രയും അംഗീകാരമുള്ള ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു ജോലിയാണ്. സാധാരണ ഒരു സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് പോലെയല്ല ഈ ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നത്. മാത്രമല്ല പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ റിട്ടയർമെന്റ് പ്രായം പണ്ട് 55 ഒരു വയസ്സ് കൂടി 56. പക്ഷെ എന്നാലും ഇവരെല്ലാം ഈ പ്രായത്തിൽ വിരമിച്ചാൽ പിന്നെയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഊർജ്ജസ്വലതയും ഒക്കെ ഉള്ളവരാണ്. അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വിരമിച്ച് വെറുതെ ഇരിക്കണ്ടേ എന്നൊരു ബുദ്ധിമുട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് റിട്ടയർ ചെയ്യാറായിട്ടുള്ള അധ്യാപകരെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വിദ്യാലയങ്ങളുടെ അക്കാഡമിക് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രധാനമായും ഈ സർക്കാർ ഊന്നൽ നൽകുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ ശാസ്ത്രീകരണം ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗം കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ വെച്ച് വിദ്യാലയത്തിലെ 80 വയസ്സു കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെ
മന്ത്രി MB രാജേഷും നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രനും ചേർന്ന് ആദരിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ശതാബ്ദിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ, നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, വാർഡ് മെമ്പർമാരായ അസീബ് റഹ്മാൻ, സരോജിനി, ഉണ്ണികൃഷ്ണൻ, പാലക്കാട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ VP മനോജ് കുമാർ, തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV സിദ്ദീഖ്, തൃത്താല ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ K പ്രസാദ്, മാധവദാസ്, P പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന ജില്ലാ മേളകളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും വിവിധ എൻഡോമെന്റ് വിതരണവും നടത്തി. ജയശ്രീ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സീനിയർ അസിസ്റ്റന്റ് ഗീതാ തങ്കം സ്വാഗതവും M രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായി. CCTV ന്യൂസ് തൃത്താല. ഇതോടെ നിലവറ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.